ഈ ആഴ്ച നോ എവിക്ഷൻ വീക്ക് എന്നാണ് നമ്മളൊക്കെ നേരത്തെ അറിഞ്ഞത്. പക്ഷേ അഫി പുറത്തായി എന്നുള്ള വിവരവും കേൾക്കുന്നുണ്ട്. അത് എത്ര ശതമാനം എന്ന് വെച്ചാൽ ഒരു 95% ഉറപ്പിക്കാൻ. കാര്യം നാദിറയാണ് പറഞ്ഞിരിക്കുന്നത്. നാദിറ പറഞ്ഞ പല കാര്യങ്ങളും അത് ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാദിറ പറഞ്ഞിരിക്കുന്നത് അഫി പുറത്തായി എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ആഴ്ച അഫി പുറത്തായി. നന്ദനയും അതുപോലെ നമ്മുടെ രശ്മിനും ഒക്കെയാണ് ഏറ്റവും താഴെ കിടന്നിരുന്നത്. നമ്മൾ സാധാരണ ഒരു വോട്ടിങ്ങൊക്കെ കാണുമ്പം നന്ദന, അഫി, റസ്മിൻ, പിന്നെ മോസ്റ്റ് ഓവർ എല്ലാവർക്കും റസ്മിൻ പുറത്തു പോകാൻ താല്പര്യമുണ്ട്. കാര്യം റസ്മിൻ്റെ ഗെയിം വെറുപ്പിക്കലാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു റസ്മിൻ അത്യാവശ്യം വോട്ട് കിട്ടിയെന്ന്. കാര്യം ഗെയിം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിം കളിക്കുമ്പോൾ അവർക്കൊരു പ്രേക്ഷക പിന്തുണ കിട്ടും. മാത്രമല്ല നന്ദന, അഭിഷേകൊന്നും വലിയൊരു ഗെയിമിലോട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അഭിഷേകവും നന്ദനെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്തായാലും അഭിഷേക് തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എന്തായാലും റസ്മിൻ പുറത്ത് പോകില്ല. കാരണം അടുത്ത ആഴ്ച റസ്മിൻ ക്യാപ്റ്റൻ ആണല്ലോ. പിന്നെ ഗബ്രി ആണെങ്കിൽ പവർ ടീമിലും. പിന്നെ ജാസ്മിൻ എന്തായാലും വരുമായിരിക്കും. ജാസ്മിനും പിന്നെ എന്തായാലും റസ്മിനും ഗബ്രിയും ആ ഒരു സേഫ് സോണിലായതുകൊണ്ട് ജാസ്മിൻ വീണ്ടും സേഫ് ആവും അടുത്ത ആഴ്ച. മാത്രമല്ല ജാസ്മിനൊക്കെ അത്യാവശ്യം പ്രേക്ഷക പിന്തുണ ഉണ്ട്. നെഗറ്റീവായിട്ടുള്ള ഗെയിമിംഗ് ആണെങ്കിലും അത്യാവശ്യം പ്രേക്ഷക പിന്തുണ ഉണ്ട്. ഗെയിം കളിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഗെയിം കളിക്കുന്ന എത്രയോ പേരുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗെയിം കളിക്കാത്തവരൊക്കെ ആദ്യം പുറത്ത് പോകട്ടെ എന്ന് തന്നെയാണ്. കാരണം ഗെയിം കളിക്കാതെ സേഫ് ഗെയിമായിട്ടിരിക്കുന്നവരെല്ലാം അല്ലെങ്കിൽ ടോപ്പ് 5 ടോപ്പ് 10 വരും. ഒട്ടും ഡിസർവിങ് അല്ലാതെ പോകുന്നത് ഒട്ടും എനിക്ക് തോന്നുന്നില്ല സേഫ് അത് ശരിയാണെന്ന്. സായി ഒന്നും കളിക്കുന്നില്ല. അഭിഷേക്, ശ്രീകുമാർ എന്തു കളിക്കുന്നു? ഒന്നും കളിക്കുന്നില്ല. അതുപോലെ പമ്മി ഇരിക്കുന്ന നമ്മുടെ അർജുൻ സത്യം പറഞ്ഞാൽ ക്യൂട്ട്നെസ് കൊണ്ട് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് അർജുൻ. ശ്രീതു ഇപ്പം ഇന്ന് ക്യാപ്റ്റൻ ആയതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലുമൊക്കെ വന്നു. ഇനിയിപ്പോൾ വീണ്ടും ഈ ആഴ്ച പുറകോട്ട് തന്നെ പോത്തേ ഉള്ളൂ. അങ്ങനെ കളിക്കുന്നവരൊക്കെ ആദ്യം പുറത്ത് പോട്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സീക്രട്ട് ഏജൻ്റൊക്കെ ആണെങ്കിൽ പക്ക സേഫ് ഗെയിമിംഗ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആദ്യം ഗെയിമിങ്ങിന് പുറത്ത് പോട്ടെ അല്ലേ. എന്തായാലും നോക്കാം ഇനി എന്താണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.